ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടേൺ ഔട്ട്സിൻ്റെ കുറച്ച് ഭാഗങ്ങളായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ടിനെ കുറിച്ചും റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട്സിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വേരിയസ് പാർട്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഓരോ പാർട്സിനെയും നമ്മൾ വിശദമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സ്വിച്ചസ്. എന്താണ് സ്വിച്ചസ്? എ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓർ സ്വിച്ചസ് കൺസിസ്റ്റ്സ് ഓഫ് ദ ഫോളോയിങ് മെയിൻ കോൺസ്റ്റിറ്റ്യൂൻസ്. അതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂൻസ് ആണ് എ പെയർ ഓഫ് സ്റ്റോക്ക് റെയിൽ, ഒരു പെയർ സ്റ്റോക്ക് റെയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ എ പെയർ ഓഫ് ടങ് റെയിൽ, ഒരു പെയർ എന്തുണ്ട്, ടങ് റെയിൽ ഉണ്ടാവും. ഇപ്പോൾ ടങ് റെയിലിനെ നമ്മൾ ആൾസോ നോൺ ആസ് നമ്മൾ സ്വിച്ച് റെയിലെന്നും പറയാറുണ്ട്. ടങ് റെയിൽ ഈസ് ആൾസോ നോൺ ആസ് സ്വിച്ച് റെയിൽസ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മീഡിയം മാംഗനീസ് സ്റ്റീൽ ടു വിത്ത്സ്റ്റാൻഡ് വിയർ ആൻഡ് ടിയറിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മീഡിയം മാംഗനീസ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ദ ടങ് റെയിൽ ആർ മെഷീൻഡ് to a very thin section to obtain snug fit with the stock rail. അപ്പോൾ ഒരു തിൻ ഫിറ്റാണ്, തിൻ സെക്ഷനായിട്ടാണ് നമ്മൾ അത് മാനുഫാക്ചർ ചെയ്യുന്നത്. കാരണം അത് കറക്റ്റായിട്ട് ഫിറ്റാവാൻ, സ്റ്റോക്ക് റെയിലായിട്ട് കറക്റ്റായിട്ട് ഫിറ്റാവാൻ വേണ്ടി. ടങ് റെയിൽ എന്നുള്ള ആ ടാപ്പേഡ് ആയിട്ടുള്ള റെയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ദ ടാപ്പേഡ് എൻഡ് ഓഫ് ദി റെയിൽ ഈസ് കോൾഡ് ടോ ആൻഡ് തിക്കർ എൻഡ് ഈസ് കോൾഡ് ഹീൽ. അപ്പോൾ ടാപ്പർ ആയിട്ടുള്ള എൻഡ്, ഇങ്ങനെ വരുന്ന ടാപ്പർ എൻഡിന് ടോ എന്നും തിക്കർ എൻഡിന് ഹീൽ എന്നും പറയും. എ പെയർ ഓഫ് ഹീൽ ബ്ലോക്ക് വിച്ച് ഹോൾഡ് ദി ഹീൽ ഓഫ് ദി ടങ് റെയിൽ ഈസ് ഹെൽഡ് അറ്റ് ദി സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് ഓർ ഡിസ്റ്റൻസ് ഫ്രം ദി സ്റ്റോക്ക് റെയിൽ. എ നമ്പർ ഓഫ് സ്ലൈഡ് ചെയേഴ്സ് to support the tongue rail and enable its movement towards and away from the stock rail. സ്ലൈഡ് ചെയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ടങ് റെയിലിനെയും സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ മൂവ്മെൻറ്റിനൊക്കെ എനേബിൾ ചെയ്യുന്നത്. ദെൻ 2 or more stretcher bars connecting both the tongue rails close to the toe for the purpose of holding them at a fixed distance from the each other. അപ്പോൾ സ്ട്രെച്ചർ ബാർസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്വിച്ചിങ് ഓപ്പറേഷൻസ് നടത്തുന്നത്. ടങ് റെയിലിനെ ഏത് ഭാഗത്തോട്ടാണോ നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടത് അതിന് നമ്മൾ ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്, സ്ട്രെച്ചർ ബാർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സ്ട്രെച്ചർ ബാറിന് എന്താണ്, ഒരു കറക്റ്റ് ഫിക്സഡ് ഡിസ്റ്റൻസിന് നമ്മൾ ടങ് റെയിലിനും സ്റ്റോക്ക് റെയിൽസിനെല്ലാം ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ വെക്കുന്നത്. എ ഗേജ് ടൈ plate to fix gauges and ensure correct gauge at the point. അപ്പോൾ ടൈപ്പ് പ്ലേറ്റ്, ഗേജ് ടൈപ്പ് പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ഗേജ് എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു സ്വിച്ചിൻ്റെ എന്ത് വരുന്നത്, ഡിഫറെൻറ്റ് കോമ്പണൻസ് വരുന്നത്. ഇനി ടൈപ്സ് ഓഫ് സ്വിച്ചസ്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റെപ്പ്, സ്റ്റഡ് അല്ല സ്റ്റെപ്പാണ്, സ്റ്റെപ്പ് സ്വിച്ച്. സെക്കൻഡ് വൺ ഈസ് സ്പ്ലിറ്റ് സ്വിച്ച്. രണ്ട് ടൈപ്പാണ് സ്വിച്ചസ് ഉള്ളത്. ഫസ്റ്റ് വണ്ണ് വരുന്നത് സ്റ്റെപ്പ് സ്വിച്ചാണ്. സെക്കൻഡ് വണ്ണ് വരുന്നത് സ്പ്ലിറ്റ് സ്വിച്ചാണ്. സ്റ്റെപ്പ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് സ്വിച്ച് നോ സെപ്പറേറ്റ് ടങ് റെയിൽ ഈസ് പ്രൊവൈഡഡ് ആൻഡ് സം പോർഷൻ ഓഫ് ദി ട്രാക്ക് ഈസ് മൂവ്ഡ് ഫ്രം സൈഡ് ടു സൈഡ്. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നില്ല, ടങ് റെയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യുന്നത് എന്താണ്, ഒരു പോർഷൻ ഓഫ് ട്രാക്ക് എവിടേക്കാണോ സ്വിച്ച് ചെയ്യേണ്ടത് ആ ഭാഗത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ടൈപ്പ് സ്വിച്ചസിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റെപ്പ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി സ്പ്ലിറ്റ് സ്വിച്ച് എന്താണെന്ന് നോക്കാം. സ്പ്ലിറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് സ്റ്റോക്ക് റെയിൽസ് ആൻഡ് പെയർ ഓഫ് ടങ് റെയിൽസ്. ഒരു പെയർ ഓഫ് സ്റ്റോക്ക് റെയിലും ടങ് റെയിലും കൂടി ചേർന്നാണ് എന്ത്, സ്പ്ലിറ്റ് സ്വിച്ച്. സ്റ്റഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റഡ് അല്ല, സ്റ്റെപ്പ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്
ഒരു ഓൾഡ് ഫോം ഓഫ് സ്വിച്ചാണ്, പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് മെനി ഒബ്ജക്ഷനബിൾ ഫീച്ചേഴ്സ് ഇൻ ഇറ്റ്സ് പെർഫോമൻസ്. അതിൻ്റെ പെർഫോമൻസിന് എന്തുണ്ട്, കുറേ ഒബ്ജക്ഷനബിൾ ഫീച്ചേഴ്സ് ഉണ്ട്. ദിസ് ടൈപ്പ് ഈസ് നോ മോർ ഇൻ യൂസ്. ഇപ്പോൾ കാലൊന്നും എന്ത് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, സ്പ്ലിറ്റ് സ്വിച്ച്. സ്പ്ലിറ്റ് സ്വിച്ചിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിലെന്തുണ്ട്, പെയർ ഓഫ് സ്റ്റോക്ക് റെയിൽ ഉണ്ട്, അതുപോലെ തന്നെ ടങ് റെയിൽ ഉണ്ട്. ഇത് 2 ടൈപ്പാണ് വരുന്നത്. ലൂസ് ഹീൽ ടൈപ്പ് ഉണ്ട്, ഫിക്സഡ് ഹീൽ ടൈപ്പ് ഉണ്ട്. ഏത്, സ്പ്ലിറ്റ് സ്വിച്ച് വരുന്നത്. ലൂസ് ഹീൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് the tongue rail finishes at the heel of the switch to enable the movement of free end of the tongue rail, and the fish plate holding the tongue rail may be straight or slightly bent. The tongue rail is fastened to the stock rail with the help of a fishing fit block and 4 bolts. ഇപ്പോൾ ലൂസ് ഹീൽ ടൈപ്പിൽ പറയുന്നത് എന്താണ്, അപ്പോൾ ലൂസ് ഹീൽ ടൈപ്പിൽ പറയുന്നത് നമ്മളെ ടങ് റെയിൽസ് ലീഡ് റെയിലായിട്ട് ജോയിൻ ചെയ്യുന്നത് ഫിഷ് പ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിൽ വരുന്ന 2 ഫ്രണ്ട് ബോൾസ് എന്താണ്, ലൂസായിരിക്കും. കാരണം അത് സ്വിച്ചസിങ് ഓപ്പറേഷനിൽ ആ ത്രോ ഓഫ് ദി സ്വിച്ച് എന്ത് ചെയ്യണം, അലോ ചെയ്യണം. കറക്റ്റ് ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തോട്ട് എന്ത് ചെയ്യണം, പോകണം. ഒരു ത്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സ്മോൾ ഡിസ്റ്റൻസ്. ഹീൽ ബ്ലോക്കും ലീഡ് റെയിലും തമ്മിൽ സ്മോൾ ഒരു ക്ലിയറൻസ് ഉണ്ടല്ലോ, അതാണ് ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ത്രോ ഓഫ് സ്വിച്ച് അലോ ചെയ്യാൻ വേണ്ടി എന്താണ്, ഫ്രണ്ടിലുള്ള 2 സ്വിച്ച് എന്തായിരിക്കും, ഇറ്റ് ഈസ് ലൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സ്വിച്ചിങ് ഓപ്പറേഷൻസ് നടക്കുന്നത്. The fish balls in the lead rails are tightened while those in the tongue rails are kept loose or snug to allow the movement of the tongue. ലീഡ് റെയിലുള്ള ഫിഷ് ബോൾസ് എന്താണ്, ടൈറ്റ് ആയിരിക്കും. പക്ഷേ ടങ് റെയിലുള്ള ഫിഷ് ബോൾസ് എന്ന് പറഞ്ഞാൽ ലൂസ് ആയിരിക്കും. കാരണം അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണോ സാധ്യമാക്കണം. ആസ് ദി discontinuity of the track at the heel is a weakness in the structure, the use of this switches is not preferred. ഡിസ്കണ്ടിന്യൂറ്റി, ഹീലിലുള്ള ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് പ്രിഫറബിൾ അല്ല ലൂസ് ഹീൽ ടൈപ്പ്. ഇനി ഫിക്സ്ഡ് ഹീൽ ടൈപ്പ്. ഫിക്സ്ഡ് ഹീൽ ടൈപ്പിൽ in this type of split switch, the tongue rail does not end at the heel of the switch but extend further and it is rigidly connected. The movement at the toe of the switch is made possible on the account of flexibility of the tongue rail. അപ്പോൾ ഫിക്സ്ഡ് ഹീൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂസ് ഹീൽ ടൈപ്പിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് ടൈപ്പ് സ്വിച്ചസ് ആണ്. ഇതിൽ എന്താണ്, നമ്മൾ all 4 bolts are tight when the tongue is closed. ടങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൂസ് ഹീൽ ടൈപ്പ് ആണെങ്കിൽ ടങ് റെയിലിൽ വരുന്ന ബോൾസ് ലൂസ് ആയിരിക്കും, ലീഡ് റെയിലിൽ വരുന്ന ബോൾസ് ടൈറ്റ് ആയിരിക്കും. പക്ഷേ ഫിക്സ്ഡ് ഹീൽ ടൈപ്പിൽ all 4 ബോൾസ് എന്താണ്, ടങ് ക്ലോസ് ആയി കഴിഞ്ഞാൽ അത് all 4 ബോൾസ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഹാസ് ഗിവൺ ക്വൈറ്റ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് വെൻ ലോങ് ടങ് റെയിൽസ് ആർ യൂസ്ഡ്. നമ്മൾ കുറച്ച് നീളം കൂടിയിട്ടുള്ള ടങ് റെയിൽസ് ഉപയോഗിച്ചാൽ എന്താണ്, നമുക്ക് നന്നായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ഈ ഫിക്സ്ഡ് ഹീൽ ടൈപ്പ് സ്വിച്ചസിൽ കിട്ടാറുണ്ട്. അപ്പം
ലൂസ് ഹീൽ ടൈപ്പിനേക്കാളും കുറച്ചുകൂടി പ്രിഫേർഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഹീൽ ടൈപ്പാണ്. ലൂസ് ഹീൽ ടൈപ്പിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി, ട്രാക്കിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അറ്റ് ഹീലിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളതാണ് അതിൻ്റെ എന്തുള്ളത് ഒരു ഡിഫക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ടോ ഓഫ് സ്വിച്ചസ്, സ്വിച്ചിൻ്റെ ടോക്ക് അനുസരിച്ച് അണ്ടർ കട്ട് സ്വിച്ച് എന്ന് പറയാറുണ്ട്. സ്വിച്ചിൻ്റെ ടൈപ്പാണ് അണ്ടർ കട്ട് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഫുട്ട് ഓഫ് ദി സ്റ്റോക്ക് റെയിൽ ഈസ് പ്ലാൻഡ് ടു അക്കോമഡേറ്റ് ദി ടങ് റെയിൽ. സ്റ്റോക്ക് റെയിലിൻ്റെ ഫൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് നമ്മൾ ടങ് റെയിൽ അതിൽ അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്, അണ്ടർ കട്ട് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ടങ് റെയിൽ ഫൂട്ട് നമ്മളെ സ്റ്റോക്ക് റെയിലിൻ്റെ താഴെ വരത്തക്ക രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക അണ്ടർ കട്ട് സ്വിച്ചിന്. ഇനി സ്ട്രൈറ്റ് കട്ട് സ്വിച്ച്, ടങ് റെയിൽ ഈസ് കട്ട് സ്ട്രൈറ്റ് along the stock rail to increase the thickness at top. ടങ് റെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രൈറ്റ് ആയിട്ടാണ് സ്ട്രൈറ്റ് കട്ട് സ്വിച്ചിൽ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഓവർ റൈഡിങ് സ്വിച്ച്. ഓവർ റൈഡിങ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് റെയിൽ ഓക്യുപ്പൈസ് ദി ഫുൾ സെക്ഷൻ ആൻഡ് ദി ടങ് റെയിൽ ഈസ് പ്ലാൻ ടു എ 6 mm തിക്ക് എഡ്ജ് വിച്ച് ഓവർ റൈഡ്സ് ദി ഫുട്ട് ഓഫ് എ സ്റ്റോക്ക് റെയിൽ. The switch rail is kept 6 mm higher than the stock rail from the heel to the point towards the top where planning starts. It eliminates the possibility of splitting which might be caused by the movement of false flange in the trailing direction. അപ്പോൾ ഓവർ റൈഡിങ് സ്വിച്ചിൽ സ്റ്റോക്ക് റെയിലിൻ്റെയും അതുപോലെ തന്നെ ടങ് റെയിലിൻ്റെയും ഒരു സെപ്പറേറ്റ് സെക്ഷൻസ്, റെയിൽ സെക്ഷൻസാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് റെയിലിൽ ഹെവി സെക്ഷനും ടങ് റെയിലിൽ ലൈറ്റ് സെക്ഷനാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ടങ് റെയിൽ എന്ന് പറഞ്ഞാൽ റൈഡ്സ് ഓവർ ദി ഫ്ലാഞ്ച് ഓഫ് ദി സ്റ്റോക്ക് റെയിൽ. സ്റ്റോക്ക് റെയിലിൻ്റെ ഫ്ലാഞ്ചിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, റൈഡ് ഓവർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ഓവർ റൈഡിങ് സ്വിച്ച് എന്ന് പറയാറുള്ളത്. അപ്പോൾ അണ്ടർ കട്ട് സ്വിച്ചിലെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്, കട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഫ്ലാഞ്ചിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട്, സ്ട്രൈറ്റ് കട്ടിൽ ഓവർ റൈഡിങ്ങിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള റെയിൽ സെക്ഷൻസാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇതിൽ സ്റ്റോക്ക് റെയിൽ എന്ന് പറഞ്ഞാൽ അൺകട്ടാണ് ഓവർ റൈഡിങ് സ്വിച്ചിൽ, അതുകൊണ്ട് ഇറ്റ് ഈസ് മോർ സ്ട്രോങ്ങർ ആണ്. മാനുഫാക്ചറിങ് വർക്ക് ഈസ് ഓൺലി ടു ടങ് റെയിൽ വിച്ച് ഈസ് വെരി എക്കണോമിക്കൽ. ടങ് റെയിൽ മാത്രമേ നമുക്കൊരു മാനുഫാക്ചറിങ് വർക്ക് വരുന്നുള്ളൂ. ടങ് റെയിൽ ഈസ് സപ്പോർട്ടഡ് ബൈ സ്റ്റോക്ക് റെയിൽ, ഹെൻസ് കമ്പൈൻഡ് സ്ട്രെങ്ത് ഓഫ് റെയിൽ ബിറ്റ്വീൻ സ്ലീപ്പേഴ്സ് ഇസ് ഗ്രേറ്റർ than that of tongue rail alone in the case of undercut. അപ്പോൾ ടങ് റെയിൽ സ്റ്റോക്ക് റെയിലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പൈൻ സ്ട്രെങ്ത് എന്താണ്, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കും. ദിസ് ഓവർ റൈഡിങ് സ്വിച്ചസ് ആർ സ്റ്റാൻഡേർഡൈസ് ആൻഡ് യൂസ്ഡ് ഇൻ ഇന്ത്യൻ റെയിൽവേ സാധാരണ ഉപയോഗിക്കുന്നത് എന്താണ്, ഓവർ റൈഡിങ് ടൈപ്പ് സ്വിച്ചസ് ആണ്. ഇതിൽ വരുന്ന അണ്ടർ കട്ട് സ്വിച്ചാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അണ്ടർ കട്ട് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്ലാഞ്ച് ഇവിടെ ശ്രദ്ധിക്കുക. അണ്ടർ കട്ട് സ്വിച്ചിൽ ഈ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ടങ് റെയിലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്.
ഇതാണ് അണ്ടർ കട്ട് വരുന്നത്. ഇത് ഓൾഡ് അണ്ടർ കട്ടാണ്. ഇതാണ് സ്ട്രെയിറ്റ് കട്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് സ്ട്രെയിറ്റ് കട്ട് സ്വിച്ചാണ്. ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓവർ റൈഡിങ് ടങ് റെയിലും അതുപോലെ തന്നെ സ്റ്റോക്ക് റെയിലും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് ഓവർ റൈഡിങ് സ്വിച്ച്. അതാണ് നമ്മൾ ഇന്ത്യൻ റെയിൽവേയിൽ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിഗറൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്രോസിങ്സ്. A crossing or frog is a device introduced at the point where two gauge faces cross each other. രണ്ട് ഗേജ് ഫേസസ് ക്രോസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് എന്ത് പറയുന്നത് ഫ്രോഗ് അല്ലെങ്കിൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. To permit the flanges of the railway vehicle to pass from one track to another. A gap is provided from throat to the nose of the crossing. A check rail assures the correct movement and guides the wheels properly. അപ്പോൾ ചെക്ക് റെയിലിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗൈഡ് ചെയ്യുന്നതാണ്. വീലിനെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് എന്ത് വരുന്നത് ചെക്ക് റെയിലിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നത്. ഇനി ക്രോസിങ്സിൻ്റെ കോമ്പണൻസ് ആണ്. ഇതിൽ രണ്ട് റെയിൽസ് ഉണ്ട്. പോയിൻ്റ് റെയിൽ, സ്പ്ലൈസ് റെയിൽ എന്ന് പറയും. These are machine to form nose. അതിന് കറക്റ്റായിട്ട് നോസായിട്ട് ഫോം ചെയ്യുന്നത്. The point rail has its fine end slightly cut off from a blunt nose with a thickness of 6 mm. The top of the blunt nose is called actual nose of crossing. ആ ബ്ലണ്ട് നോസിൻ്റെ ടോക്ക് പറയുന്നതാണ് the actual nose of crossing. At the theoretical point where gauge faces from both sides intersect is called theoretical nose of crossing. A V-rail is planned to a depth of 6 mm at the nose and runs out in a 89 mm to stop while running in the facing direction from the hitting the nose. അപ്പോൾ ഇതിൽ വരുന്ന കോമ്പണൻസ് ആണ്. ഒരു വിങ് റെയിൽസ് ഉണ്ട്. ഇതാണ് വിങ് റെയിൽസ് ആയിട്ട് വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ്, ഇതാണ് അതിൻ്റെ ത്രോട്ട് വരുന്നത്. ഇതാണ് തിയറിറ്റിക്കൽ നോസോ. ഇത് രണ്ടും കൂടി ചേരുന്ന സ്ഥലമാണ് തിയറിറ്റിക്കലാണ്. പക്ഷേ ആക്ച്വലായിട്ട് വരുന്ന നോസ് ഓഫ് ക്രോസിങ് ഏതാണ് ഈ ഒരു ഭാഗമാണ് ആക്ച്വൽ നോസ് ഓഫ് ക്രോസിങ് ആയിട്ട് വരുന്നത്. ഈ ഒരു ആംഗിളിന് പറയുന്ന പേരാണെന്ത് ക്രോസിങ് ആംഗിൾ. ഇതാണ് എന്ത് നമ്മളെ സ്പ്ലൈസ് റെയിൽ എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേര് പോയിൻ്റ് റെയിൽ. ഈ ഒരു ലെങ്ത് ആണ് എന്ത് ഓവറാൾ ലെങ്ത് ഓഫ് ദി ക്രോസിങ്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതാണെന്ത് ത്രോട്ട് ഓഫ് ദി ക്രോസിങ്. ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടാവും ത്രോട്ടിൽ. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. സാധാരണ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോസിങ്സ് സാധാരണ ചോദിക്കാറുണ്ട് എക്സാമിന്. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ക്രോസിങ്ങിൻ്റെ കോമ്പണൻസ് ഓഫ് ക്രോസിങ്. Two wing rails consist of right hand and left hand wing rail that is converged to form a throat and diverge again on either side of the nose. The wing rails are flared at the ends to facilitate the entry and exit of the flanged wheel in the gap. ഫ്ലയർ ചെയ്തിട്ടുണ്ട് എൻഡിൽ, അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫ്ലയറിംഗ് എന്ന് പറഞ്ഞാൽ. വിങ് റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട് ഫ്ലയർ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ടു ഫെസിലിറ്റേറ്റ് ദി എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ദി ഫ്ലാഞ്ചസ് ഓഫ് ദി വീൽ. എ പെയർ ഓഫ് ചെക്ക് റെയിൽസ് ആർ യൂസ്ഡ് ടു ഗൈഡ് ദി വീൽസിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി എന്ന് ഉപയോഗിക്കുന്നത് ചെക്ക് റെയിൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമ്പണൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് വിങ് റെയിൽസ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് വിങ് റെയിൽ ഉണ്ട്, റൈറ്റ് ഹാൻഡ് വിങ് റെയിൽസ് ഉണ്ട്, പിന്നെ സ്പ്ലൈസ് റെയിൽ ഉണ്ട്, പോയിൻ്റ് റെയിൽ ഉണ്ട്. ഇതാണ് വി ക്രോസിംഗ് ഉണ്ടാക്കുന്നത്.
അതിൽ വരുന്നതാണ് ആക്ച്വൽ നോസ് ഓഫ് ക്രോസിങ്ങും. ഇത് തിയറിറ്റിക്കൽ, ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന നോസാണെന്ത് തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിങ്. ആക്ച്വലായിട്ട് എൻഡ് ചെയ്യുന്ന നോസാണെന്ത് ആക്ച്വൽ നോസ് ഓഫ് ക്രോസിങ് എന്ന് വരുന്നത്. പിന്നെ ആംഗിൾ ഓഫ് ക്രോസിംഗ് ആണ് ഈ വരുന്നത്. ഈ ഒരു ഗ്യാപ്പിന് പറയുന്ന പേരാണെന്ത് ഫ്ലാഞ്ച് വേ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എൻട്രിയിലും എക്സിറ്റിലും വരുന്ന അവിടെ ഒന്ന് ഫ്ലെയർ ചെയ്തിട്ടുണ്ടാവും, ചെറുതായിട്ടൊന്ന് ബെൻഡ് ഫ്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രോസിങ്സിന് ഓർത്തിരിക്കുക. ഇനി ടൈപ്സ് ഓഫ് ക്രോസിങ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ്. അക്യൂട്ട് ആംഗിൾ ക്രോസിങ്, വീക്ക് ക്രോസിംഗ് എന്ന് പറയും. പിന്നെ ഒബ്സ്റ്റ്യൂസ് ആംഗിൾ ക്രോസിങ്, ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറയും. പിന്നെ സ്ക്വയർ ക്രോസിങ്. അപ്പോൾ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ടു റെയിൽസ് ഗേജ് ഫേസസ് ക്രോസ് അറ്റ് അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിളിനാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, അക്യൂട്ട് ആംഗിൾ ക്രോസിംഗ് എന്ന് പറയും. ഇനി രണ്ട് ഗേജ് ഫേസസ് ഒബ്റ്റ്യൂസ് ആംഗിളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒബ്റ്റ്യൂസ് ആംഗിൾ ക്രോസിംഗ് എന്ന്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോസിങ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. വളരെ ചെറുതായിട്ടേ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. സാധാരണ ചോദിക്കാറുണ്ട് ഡയമണ്ട് ക്രോസിംഗ് എന്താണ്, സ്ക്വയർ ക്രോസിംഗ് എന്താണ്. അപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കുറച്ച് വിശദമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ ഒരു ക്രോസിങ്ങിനോട് കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.